ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. സീതാസ്വയംവരം. ബാലകന്മാരെ പോകമിതിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും ബുക്കുതാതനെ കാണാം. ഇത്തനമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നും ഇതിലാപുരമകം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാഠം പ്രാപിച്ചതെന്നൊരു കേട്ട നേരം മനസ്സീ നിറഞ്ഞോരു പരമാനന്ദത്തോടൻ ജനക മഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം ഭുജിച്ചാചാരം പൂണ്ട നിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരൻ കൈക്കൊണ്ട് കാണായതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിനേനിത് കാലം. കാടകമ്പുക്ക നേരം വന്നോരു നിശാചരി തടക തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ചാപത്തെ കൺമാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട്, നീയതു കാട്ടിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നത് കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭൻ മമ നന്ദനയ്ക്കുന്നു നൂനം. എല്ലാം ഈശ്വരനെ നേ ചൊല്ലാവതെനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുക എന്നരുൾ ചെയ്തു മനി. കിങ്കരന്മാരെ നിയോഗിച്ചത് മന്ത്രീന്ദ്രനും ഹൂങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും. സത്വരം 5000 കിങ്കരന്മാരും കൂടി ശാസന ചാപം എടുത്തു കൊണ്ടുവന്നാൻ. ഗണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാം അകുന്നു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവം കൊണ്ട് രാഘവൻ അത് കേട്ട് മന്ദബന്ധം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ദിജശ്രമം. നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്ന് മറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം സഹം കൈക്കൊണ്ട് വിശേഷനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസദി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം മേൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദമന്ദമർണോജ നേത്രൻ മുമ്പിൽ സത്രവും വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ
വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തീടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാമ്പുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാറും. നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂമനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയയച്ചത് വിശ്രമത്തോട് നടകൊണ്ടിതൂ ദൂതന്മാരും. സാകേതാപുരി പൊക്കുബാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം. സന്ദേശം കണ്ടു ഭക്തിസ്യന്തരൻ ദാനവിന് സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ട് ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരം പൊക്കുപൊക്കിതോ ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദനോടും കൂടെ ചെന്ന് വന്ദനം വസിഷ്ഠനെ തതനോ പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചു യഥായോഗ്യം ഉർവീന്ദ്രൻ ദാനം. രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാം ആചാര്യപദാബ്ജവും തൊഴുതു. മാതൃജനങ്ങളെയും ദാക്രമം തൊഴുതു. ശ്രീരാമപാദാംബോജം അനുജന്മാർ തൊഴുതു. ഭരതന് ലക്ഷ്മണകുമാരനും തൊഴുതു. ശത്രുഘ്നനും ലക്ഷ്മണ പാദാംബോജം ഭക്ഷസ് ചേർത്തു. ദാതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഘാടാശ്ലേഷവും ചെയ്തു ധ്രുവൻ. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചന് മോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതമേ മടിക്കേണ്ട. വസിഷ്ഠൻ ദാനം ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്യരത്നപണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്തിയ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം വേരി ദുന്ദുവിമോഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൽ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹോമവും കഴിച്ചുതൽ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം ശിരസരിച്ചുടനുൾപ്പളകാംഗത്തോടെ നിന്നിതോ ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശാവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും. ഭരത ശത്രുഘ്നന്മാർ തന്നുടെ ഭഗ്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശ്വസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ ഏകദാസിധാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യക തനിക്ക് ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേൻ. അതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കലത്ര നാരദൻ എഴുന്നള്ളിയാനൊരു ദിനം. എന്നോടു മഹാമുനിതാരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരം ആനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം ഭക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച് രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്യയെ വന്നവതരിച്ചു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇത് കാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായു തവ വേശ്മനിതൽ കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ. തന്നാരദൻ അരുളി ചെയ്തു മറഞ്ഞിത് പുത്രിയായി വളർത്തിതു ഭക്തി കൊയ്ക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസ് നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി.
പന്നക വിഭൂഷൺ തൻ അനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുമൽ പുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി ദൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥ്വീപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാൽപലനേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചീൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ പുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞുര ചെയ്തിതോ ജനകനം. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യൂതായുധ സഹസ്രോദ്യൂത രൂപത്തോടും ഖദ്യൂതാന്യയെ പിറന്നൂര് നിന്തിരുപടി വിദ്യുൽ സമീതമായ ജീമോദം എന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കൺകമൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ജന്മാഗ്രേ സന്തതം ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. ത്വൽപദാംബുജകളാംബു ബിന്ദുക്കൾ ധരിച്ചുൽപലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപദാംബുജകളിതാംബുധാരണം കൊണ്ട് സൽപുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐന്ദ്രംബദം. ത്വൽപദാംബുജരജസ്പൃഷ്ടി കൊണ്ട് അഹല്യെങ്കിൽ വിഷത്തോട് വേർപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനം ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്യം 1,300,000 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദര പ്രഭുകന്മാരാ മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നോരു ജനക നൃപേന്ദ്രനും തൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകപേരി ദൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശികവശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും മൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്ക് മാറുതിരിച്ചപ്പോൾ ആകാശദേശീ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്രയച്ചോരനന്തരം വെൺകൊറ്റ കുടാതടവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠന് നന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ പിന്നീടും അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധി സുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കണായി വന്നു ഭാർഗവനെയും. നീലനീരത നിവ നിർമ്മല വർണ്ണത്തോടും നീലലോകിത ശിഷ്യൻ ഭടവാനലസമൻ ക്രുദ്ധനായി പരശിബാണാസനങ്ങളും കൊണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധസം വീണ് നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി ഭക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പുറത്ത് വന്ദിച്ചു ഭക്തി ആകീർത്തിച്ചാൻ പലതരം. കർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിതേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളു കഥ പോവരിതേ ഭൃഗുപതേ കാൽത്തളീരിണതവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നാദരിയാത് ബദ്ധരോഷേണ അഗ്നിജാല പൊങ്ങിയിടം വണ്ണം വക്രഭം മധ്യാനർക്കമണ്ഡലം പോലെ ദീപ്ത്യാസത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാൻ ഒഴിഞ്ഞുണ്ടോ ഭവൻ
രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത്. എന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്തരം പ്രയോഗിക്കിൽ. നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലായെങ്കിൽ കൂട്ടത്തോട് സംഹരിച്ചിടുന്നതുണ്ടല്ല സന്ദേഹം എനിക്കെന്നത് ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനതെന്നറിഞ്ഞില്ലേ. ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടെന്നതോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ നിറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞതോ. എന്തൊന്നു വരുന്നതെന്നോർത്ത് ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസ്വരന്മാരും. ഭക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേപത് പൂണ്ട് സന്താപം ഉണ്ടായി വന്നു വിരിഞ്ചാതനയനും. മുക്തഭാവവും പൂണ്ടു രാമനാംകുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തെന്നുള്ളത് തപോനിതേ. സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ. പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ. ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ ദാനം. ശത്രുമിത്രോദാസദീനാഭേദവും എനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയും ഇല്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നേനലും തിരുവടിയുടെ ചിന്തിതം അതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം. അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ ഗജലോചനൻ വരൻ ചന്ദ്ര ചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാതിവിന്ദ്രാരകേന്ദ്രമുനി വൃദ്ധവന്ദിതൻ ദേവൻ. മന്ദഹാസവും കൊണ്ട് വന്ദിച്ചു മന്ദേതരൻ നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഇരേഴ് ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചോ ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടഞ്ഞിതോജിതശ്രമം ചോദിച്ചു ഭൃഗവതി തന്നോട്. രഘുപതി മോദപ്പോൾ അരുൾ ചെയ്തിടണം ദയാനിതേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ. ലക്ഷ്യം കാട്ടിത്തന്നിട വേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവന്മാരുടെ ആനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ മഹാഭാഗോ ജാനകീപദേ. ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു. ശ്രീരാമ രാമ രമാരമണ രഘുപദേ. ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ. ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാനിതേ. ചക്രതീർത്ഥത്തിങ്കൽ ചന്ദ്രയം ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സു കണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ച അനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു. മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ ദുഷ്ടോഹം തപസാത്തെ. സിദ്ധിച്ചു സേവാബലം നിനക്കെന്നറിഞ്ഞാലും. മത്തേജോയുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാക്കി കേകയനെ കുശലിടം കാർത്ത വീര്യാർജുനനാം ധ്രുവേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാംശനല്ലോ. വല്ലവം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപന് ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തന്നെയായി വന്നവതരിച്ചിടും. അന്ന് കണ്ടിടാം തമ്മിൽ എന്നുടെ തേജസന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിന നാരായണൻ നിയോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാദാ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു ഭക്തിസ്യന്തന സുതനല്ലോ നീ ജഗൽപതേ. എങ്കലുള്ളൊരു മഹാവിഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിദൂശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ. സാക്ഷാ ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ. ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ.
ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകെട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്റെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവ്വാണപ്രദനല്ലോ. നിന്തിരുവടി പാർത്താൽ അഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിരുട മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തമായ സമൃദ്ധം ലോകമോർത്താൽ തവൽ പര്യന്തമറിയാ വല്ലതത്വം. സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും ത്വൽസേവാരഥന്മാരാം മനുഷ്യർ മെല്ലെ മെല്ലെ തന്മായാരചിതമാം സംസാരപാരാവാരം തൻ മറുകരയേറിയിടുന്നതോ കാലം കൊണ്ടേ. ത്വൽജ്ഞാനപരന്മാരാം മനുഷ്യജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും. ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബദ്ധത്തിങ്കിൽ നിന്നാശു വേർപെട്ടു അവൾ ചിന്മയപദത്തിൽ ആഹന്തലയിച്ചിടും. തൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാന സുഖം മോക്ഷം എന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദശരഥേ നമസ്തേ സദാംബദേ നമസ്തേ വേദവദേ നമസ്തേ ദേവവദേ നമസ്തേ മഗവദേ നമസ്തേ ധരാവദേ നമസ്തേ ധർമ്മവദേ നമസ്തേ സീതാവദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ട് ചിളിന്നേരൻ ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ച് ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന ഭവാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജ സ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനം സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ട് കുമ്പിപ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും അകന്നുതൽ പുത്രനാം രാമൻ തന്നെ ഘാടമായി ആശ്ലേഷം ചെയ്ത ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സുസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മനുഷ്യവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ട് വസിച്ചിടിനാൻ അനുദിനം. കേകയ നരാധിപനാകി യുധാചിത്തം കയ്യൈ തനേനെ കുട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചത് കണ്ടു ഒരു ദശരഥൻ സോദരനായി മേവീടും. ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോട് നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനൻ. അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ. ഇത്യധ്യാത്മരാമായണീ മാമഹിശ്ര സംവാദേ ബാലകാണ്ഡം സമാപ്തം. സർവത്ര രാമനാമ സങ്കീർത്തനം. ശ്രീരാമ രാമ പ്രഭോ. ശ്രീരാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.